നമ്മളിവിടെ വന്നാൽ അവരൊരു പുല്ല് പോലും വിലയില്ല. പിന്നെ പണം ഉണ്ടോ എവിടെ നമ്മളെ ജീവൻ കിട്ടും. പിന്നെ നമ്മൾ രോഗിയായിട്ട് ചാവാൻ വന്നാൽ ആ രോഗിയുടെ പകുതി ജീവൻ പോകുമ്പോഴാണ് അവരെ ചികിത്സ. കൂട്ടുകാർ തമ്മിൽ സംസാരിച്ച് അവർക്ക് തോന്നുമ്പോഴാണ് അവർ എണീറ്റ് വന്ന് നമ്മളെയൊന്ന് നോക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഉള്ളത് ഞാൻ പറയാം. 500 രൂപ വേണം. 500 വെച്ചാൽ കൊടുക്കേണ്ടത്. നമ്മള് ഒരു നേരത്തെ പുച്ഛത്തിലുള്ള ഒരു ഭാവങ്ങളാണ് അവർക്ക്. ആകെപ്പാടെ രണ്ടുപേരേ ഉള്ളു അവിടെ. അപ്പോഴേ നടന്നു കൊണ്ടുപോകാൻ വയ്യ, സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം. അവിടെ ആർക്കും വയ്യ. ഒരു അറ്റൻഡറിൻ്റെ പറഞ്ഞപ്പോഴേ സിസ്റ്റർ പറഞ്ഞു എനിക്ക് വയ്യ. പേഷ്യൻ്റെ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വം വേണം. ജീവനക്കാർ ചിലവർ, എല്ലാവരും അല്ല, കുറച്ച് പേര്, അതായത് സ്ഥിരം എംപ്ലോയിയാണ് ഞങ്ങളോട് അതിക്രൂരമായിട്ട് സംസാരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പിനോട് എതിര് തന്നെയാണ്. രോഗികളിൽ നിന്ന് പൈസ പിരിവെടുത്തിട്ടാണ് അവർ വാങ്ങിച്ച് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മനസാക്ഷിയുണ്ട്. ആരോഗ്യമേഖല ഇത്രയും താറുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം പിന്നെ ഒരുപാട് സ്ലോ ആണ്. ഇവർ പറഞ്ഞ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. ഇവിടെ ഒരു കാര്യം കറക്റ്റ് സമയം നടക്കുന്നില്ല. അകത്ത് സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുക. ഈ അടുത്തിടെയായി ആരോഗ്യ വകുപ്പിനെതിരെ നിരവധി പരാതികളാണ് ഉയരുന്നത്. ജനങ്ങൾക്ക് എന്തൊക്കെ പരാതികളാണുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അവിടെ എൻ്റെ ഒരു ചന്ദ്രികന, എൻ്റെ വീട് ആറ്റിങ്ങല. നമ്മളിവിടെ വന്നാൽ അവരൊരു പുല്ല് പോലും വിലയില്ല. പിന്നെ പണം ഉണ്ടോ എവിടെ നമ്മളെ ജീവൻ കിട്ടും. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര വർഷം കൊണ്ട് ഇവിടെ ചികിത്സ. അവരിവിടെ വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ട് അസുഖമില്ലാത്തവരെന്തായാലും ഹോസ്പിറ്റൽ വരത്തില്ല. അതാണ് എൻ്റെ പരാതി. ഇവിടെ വന്നാൽ നമുക്കൊരു മരുന്ന്, വെള്ളം എല്ലാം കാശ്. ഒരു തുണ്ടിന് തന്നെ അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കണം. ഇതൊക്കെ തന്നെ അവരുടെ. പിന്നെ നമ്മൾ രോഗിയായിട്ട് ചാവാൻ വന്നാൽ ആ രോഗിയുടെ പകുതി ജീവൻ പോകുമ്പോഴാണ് അവരെ ചികിത്സ. അവരെല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് അങ്ങനെയാണ് ഒരു രോഗിയെ കൊണ്ടുവന്ന് പെട്ടെന്ന് അതിൻ്റെ ചികിത്സ തുടങ്ങാൻ പോകണം. പുറത്ത് നിൽക്കുന്നവരയിൽ അതിൻ്റെ മരുന്ന് അത് ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞുകൂടെ. ഇതങ്ങനെയല്ല. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് തോന്നുമ്പോഴാണ് വന്ന് രോഗിയെ നോക്കുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുന്നത് എല്ലാം പറയണ്ട നമുക്ക്. പിന്നെ നമ്മൾ രോഗിയെ കൊണ്ട് ചെന്നാൽ അവർ കൂട്ടുകാർ തമ്മിൽ സംസാരിച്ച് അവർക്ക് തോന്നുമ്പോഴാണ് അവർ എണീറ്റ് വന്ന് നമ്മളെയൊന്ന് നോക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഉള്ളത് ഞാൻ പറയാം. എന്നെ തൂക്കാൻ കൊണ്ടുപോയാലും ഞാൻ പറയാനുള്ളത് പറയുക. മരുന്നിൻ്റെ മരുന്നെന്ന് പറയാൻ ഇവിടെ ഒരു മരുന്നും ഇല്ല. നമുക്കെല്ലാം പുറത്തുനിന്ന് എഴുതി തരും. പിന്നെ എന്തെങ്കിലും മരുന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു വേദനയായിട്ട് വന്ന ഉടനെ അവർക്ക് ഉടനെ അറ്റാക്കാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാം. അത് ശരി, ഓക്കെ ചെയ്താൽ അത് പുറത്തുനിന്ന് 500 രൂപ വേണം. 500 വെച്ചാൽ കൊടുക്കേണ്ടത്. അവർക്ക് സംശയം വരും, നേരെ അവർ 500 ഒക്കെ. നമ്മൾ ഈ പാവങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കും. ഞാൻ എനിക്ക് നെഞ്ചതിനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടുത്ത കിടന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചത്. അവിടെ എക്സ്റേ, സ്കാനും ECG എല്ലാം എടുത്ത് വെച്ചോണ്ടാണ് ഞാൻ അവിടെ കൊണ്ട് നടക്കുന്നു. പിന്നെ നമ്മളെ ജീവിത പ്രശ്നത്തിന് നമുക്ക് ഈ 5 കിട്ടിയ 10 നമ്മൾ ഈ ആശുപത്രി വരാനുള്ളൂ. എനിക്ക് തലയിൽ ഒരു ചെറിയൊരു മഴയുണ്ടെന്ന് പറഞ്ഞ് ന്യൂറോളജിയൊക്കെ കാണിച്ച് ഞാൻ പണമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. ഇതേ ഉള്ളു. പേര് സുജി. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂ ആണ്. നല്ല ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ഇപ്പം എന്തെങ്കിലും എഴുതി തന്നു വെച്ച് കഴിഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ വാങ്ങിക്കാൻ വേണ്ടിയാണ് 2 പേര് മാത്രമേ ഉള്ളൂ. നമ്മളത് വാങ്ങിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെയും അവരെ ചെനപ്പും സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ പുച്ഛത്തിലുള്ളൊരു ഭാവങ്ങളാണ് അവർക്ക്. നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴായാലും എടുക്കുമ്പോഴായാലും നിങ്ങൾ നിൽക്കി വെയിറ്റ് ചെയ്യി പറയുന്നേ കേട്ട് കഴിഞ്ഞാൽ കൊച്ചിന് ഇന്നലെ തീരെ വയ്യായിരുന്നു. തീരെ വയ്യാതെ വന്നിട്ട് കൂടി നമ്മൾ നിന്ന ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ 2 പേരേ ഉള്ളൂ അവിടെ. 2 പേരേ ഉള്ളു. നമ്മളിപ്പോൾ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 5-10 മിനിറ്റോളം എടുക്കും അത് കിട്ടാൻ വേണ്ടി. എന്തിനാണ് ബില്ലടച്ച് കിട്ടാൻ വേണ്ടി മാത്രം. ഇവിടെ HDC ലാബെന്നും പറഞ്ഞുള്ള ലാബിൽ നമ്മൾ ബില്ലടച്ച് കിട്ടാൻ വേണ്ടി മാത്രം. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നമുക്കല്ലാതൊരു ഈ സർക്കാരിന് 1 മണി വരെയുള്ള ലാബുണ്ട്. അവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കറക്റ്റ് 1 മണിയായപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ട് പോയി. നമ്മൾ 5-6 പേരോളം വീണ്ടും നിൽക്കുക. 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അത് കൂടി നോക്കാൻ സമയമില്ലാത്ത കണക്ക് അവർ ക്ലോസ് ചെയ്തിട്ട് പോയി. ഞാൻ കൊച്ചിനെയും കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഒരെണ്ണം അപ്പുറത്തേക്ക് പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പുറത്ത് പോയി നിന്നപ്പോഴത്തേക്കും അരമണിക്കൂറോളമാണ് അവിടെ നിന്നത്. കൊച്ചിനാണെങ്കിൽ തീരെ വയ്യായിരുന്നു. കൊണ്ട് ചെന്ന് റിപ്പോർട്ട് കിട്ടി ഒരു 100 രൂപ സീൽ അടയ്ക്കണമെങ്കിൽ തന്നെയും എഴുതി വാങ്ങിച്ചുകൊണ്ട് വന്നാലേ അവർ ബില്ലടയ്ക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോയി പറഞ്ഞ് അവർക്ക് അടച്ച് തരാനുള്ളതേ ഉള്ളൂ. അവരെന്നാലും പറയും സീൽ അടിച്ചുകൊണ്ട് വന്നാലേ നമ്മൾ തരത്തുള്ളൂ, അല്ലാതെ തരാൻ പറ്റത്തില്ല എന്നൊക്കെയാണ്. എൻ്റെ പൊടി കുഞ്ഞിനെ പ്രസവിച്ച് 2 ദിവസമേ ആയുള്ളൂ. അവൾക്ക് ഷുഗർ കുറവ് 40 ഉള്ളൂ. അന്നേരം പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവിടെ കൊണ്ട് ചെല്ലാൻ നഴ്സറി കൊണ്ട് ചെല്ലാൻ പറഞ്ഞ്. അന്നേരം അമ്മയ്ക്ക് BP കൂടുതലാണേ. അപ്പോഴേ നടന്നു കൊണ്ടുപോകാൻ വയ്യ, സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം. അവിടെ ആർക്കും വയ്യ.
ഒരു അറ്റൻഡറിൻ്റെ പറഞ്ഞപ്പോഴേ സിസ്റ്റർ പറഞ്ഞു എനിക്ക് വയ്യ, കാല് വയ്യ, ആരേലും വിട്, ഇങ്ങനെയായ എനിക്ക് എൻ്റെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഒന്നുകിൽ ഇവിടുന്ന് ആരെങ്കിലും കയറ്റി വിടണം, പേഷ്യൻറ്റിൻ്റെ ആരെങ്കിലും കയറ്റി വിടണം. ഒരാളെ നിൽക്കാൻ അനുവദിക്കുള്ളൂ. ഒരൊറ്റ ഒരാളെ നിൽക്കാൻ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അവരിങ്ങോട്ട് കടത്തി വിടില്ല, ഞങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകാനും വിടില്ല. അപ്പോൾ ഈ അങ്ങനെ കണ്ടീഷൻ വെക്കുന്നവർ പിന്നെ പേഷ്യൻ്റെ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വം വേണം. പിന്നെ ഇവിടുന്ന് എൻ്റെ മോനെ വിളിച്ച് ഞാൻ റൂമിൽ പറഞ്ഞ് സിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചാണ് പിന്നെ മോനാണ് വന്ന് കൊണ്ടുപോയത്. അതിൽ ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി പറയുന്നില്ല പിന്നെ രോഗികളെക്കുറിച്ച്. അല്ലെങ്കിൽ നിൽക്കുന്ന സ്റ്റാഫ് ഞങ്ങളോട് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ആ രീതിയിൽ ഇടപെടണം. ഇന്നലെ എത്ര വട്ടം ഞാൻ ആരെല്ലാം കാല് പിടിച്ചിട്ടാണെന്നറിയോ ആ കൊച്ചിനെ നഴ്സറി കൊണ്ടാക്കിയത്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഞങ്ങളോട് ഇതിനെ കാണിച്ച വ്യക്തികളോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് എൻ്റെ മോനെ വിളിച്ച് റൂമിൽ കൊണ്ടുവിടാൻ സമയത്ത് ക്ലീനിങ് സ്റ്റാഫ് അവർ ക്ലീൻ ചെയ്തതിൻ്റെ കൂടെ ഇവർ പോയി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒത്തിരി മോശം രീതിയിലും എൻ്റെ മോനെ കടത്തി വിട്ട് ലേബർ റൂമാണെന്ന് അറിയില്ലേ, പ്രസവിച്ച് കിടക്കുന്നതെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാണ് ഇവിടുന്ന് വിട്ടതാണല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ ജീവനക്കാർ ചിലവർ, എല്ലാവരും അല്ല, കുറച്ച് പേര്, അതായത് സ്ഥിരം എംപ്ലോയിയാണ് ഞങ്ങളോട് അതിക്രൂരമായിട്ട് സംസാരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പിനോട് എതിര് തന്നെയാണ്. ഇതിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള അനിശ്ചിതത്വം തുടരുകയില്ലേ. റോഡിൻ്റെ കാര്യമായിരുന്നാലും ശരി, ഏറ്റവും വലുതാണ് നമ്മളെ ഈ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത്. ആരോഗ്യ മേഖല ഇത്രയും താറുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്നതായിട്ട് നമുക്ക് യാതൊരു അറിവും ഇല്ല. ഇതിനെക്കാട്ടിലും ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴുപോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ സർജിക്കൽ സാധനങ്ങളില്ല, രോഗികളിൽ നിന്ന് പൈസ പിരിവെടുത്തിട്ടാണ് അവർ വാങ്ങിച്ച് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മനസാക്ഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാനേ നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റണില്ല, അത്രേ ഉള്ളൂ. കരടണമെന്ന് ഇവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുകയില്ല. പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റർ കണ്ടില്ലായിരുന്നു. ഇത്രയധികം പറഞ്ഞിട്ടും ആരും ഇതിലോട്ടൊരു താല്പര്യം കാണിക്കുന്നില്ല. ഇനി നമ്മളെപ്പോലുള്ളവർ പറഞ്ഞ ഇതിൽ അത് എത്രത്തോളം എത്തും. മറ്റ് പരാതികൾ എന്തെങ്കിലും ഉണ്ടോ? പരാതികൾ ഇതിൽ തന്നെ പരാതികൾ. പേര് അനീഷ്. ചികിത്സ കിട്ടുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റായിട്ട്, വൈഫ് അഡ്മിറ്റായിട്ട്. കാരണം ഓരോ ടെസ്റ്റ് ഇവിടെ ഓരോ കാർഡിന് പ്രയോറിറ്റിയാണ് പറഞ്ഞിട്ടുള്ളവർ. മഞ്ഞ കാർഡിന് പ്രയോറിറ്റി, വെള്ള കാർഡ്, ചുവപ്പ്, ഒന്നും കിട്ടുന്നില്ല. ഇതൊന്നും എല്ലാം പുറത്തുനിന്ന് ബ്ലഡ് സർക്കിളായിരുന്നാലും എല്ലാം വെളിയിൽ നിന്നാണ് ചെയ്യുന്നത്. അല്ല ഇവിടെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാം കൈവശില്ല. ഞാൻ ഇപ്പോഴും ഏതോ റിസൾട്ട് വാങ്ങാണ്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഡിലേ ആയതുകൊണ്ടാണ്. കാരണം പിന്നെ ഒരുപാട് സ്ലോ ആണ്. ഇവർ പറഞ്ഞ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. ഇവിടെ ഒരു കാര്യം കറക്റ്റ് സമയം നടക്കുന്നില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു, രാവിലെ ചെയ്ത കാരണം ഇതുവരെ ഒന്നും ആയിട്ടില്ല. മരുന്ന് തന്നിട്ടില്ല, ഒരു സാധനം തന്നിട്ടില്ല. ടോട്ടലി ഓഫാണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, സാധനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അത് ഇല്ലെന്ന് പറയുന്നത്. അത് ആവശ്യത്തിന് സാധനങ്ങൾ കൊടുക്കുക, നോക്കേണ്ടതാണ്. അത് മെഡിക്കൽ സൂപ്രണ്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള പരിപാടികൾ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തി വരുത്തുക. അല്ലാതെ നമ്മൾ പൊതുജനങ്ങളായ നമുക്ക് അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ജോലിയാണ് ആ സാധനങ്ങൾ എത്തിക്കേണ്ടത്. അത് എത്തിച്ചാൽ ഡോക്ടർമാർ അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കും, എല്ലാവർക്കും നല്ല സൗകര്യങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ വേറെ നല്ല അഭിപ്രായം തന്നെയാണ്. ഇതുവരെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ പേര് ആകാശ്. നമുക്കിപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അമ്മയും കുഞ്ഞിനെയും നമ്മളിവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ അകത്ത് കയറ്റാൻ പറ്റുള്ളൂ. കൂട്ടിട്ട് ഇപ്പോൾ ഒരാളെ കയറുള്ളൂ എന്ന് പറയാം. അത് ഒരു പാസേ കയ്യിൽ കാണുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്താവശ്യങ്ങൾക്ക് പുറത്ത് എന്തായാലും ആൾ കാണും. അകത്ത് 2 പേര് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപയോഗമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ അഡ്മിറ്റ് ആക്കുമ്പോഴേ കുഞ്ഞിനെ സ്വാഭാവികമായിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കും. കുഞ്ഞിന് ചെക്കപ്പിനും കാര്യങ്ങളും വിടും, അമ്മയ്ക്കും ചെക്കപ്പിനും കാര്യങ്ങളും വിടും. എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അകത്ത് 2 പേരില്ലാതെ ഓടി നടക്കാൻ പറ്റത്തില്ല. കാരണം കൈക്കുഞ്ഞാണെങ്കിൽ നമുക്ക് കൈക്കുഞ്ഞിനെ വെച്ചിട്ട് ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആളുണ്ടാവില്ല. അതായുള്ള ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതിന് 2 പേരെ നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോ പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരാളായിട്ട്, അത് കുഞ്ഞിൻ്റെ കൂടെ ആണെങ്കിൽ ഒരാൾ, അമ്മയുടെ കൂടെ ഒരാൾ, അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഈ ബുദ്ധിമുട്ടുകളോട് പറഞ്ഞില്ലായിരുന്നോ?
ബുദ്ധിമുട്ട് നമ്മൾ സെക്യൂരിറ്റി അടുത്ത് പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ മേലുദ്യോഗസ്ഥർ പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. കാര്യം ഇപ്പോൾ റേഡിയോളജി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പേഷ്യൻ്റ് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി, അതായത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് ഇപ്പം സ്റ്റിച്ചൊക്കെ ഇട്ട സിസറിനെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ സ്റ്റിച്ചുമായിട്ട് പോകാനും വരാനൊക്കെ ഇത്തിരി പാടാണ്. അത് ഇതിനകത്ത് ഇത്തിരി കൂടെ സൗകര്യങ്ങളായിരുന്നെങ്കിൽ കുറച്ചുകൂടി. പൂർണിമ. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ വരുന്നതും പ്രൈവറ്റിൽ പോണതും എല്ലാം ഒന്നാണ്. ഇവിടെയും പൈസ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ആൾക്കാരെ ഇട്ട് അലക്കുന്നുണ്ട്. ഒരു കാര്യം അവർ അകത്ത് സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുക. അത് വാങ്ങിപ്പിച്ച് കൊണ്ട് കൊടുത്താലേ അവരകത്തുള്ള സാധനങ്ങൾ രോഗിക്ക് എടുക്കാറുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും രോഗിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അതാണ് അതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം. എനിക്ക് വേറെ അധികം അറിയില്ല. ഇതൊക്കെയാണ് നമുക്ക് ഒരു ലാബിലൊക്കെ പോവേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് പുറത്തുനിന്ന്, ഇപ്പോൾ ഓക്സിജൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് ആദ്യം വാങ്ങിപ്പിച്ച ശേഷം അവരാദ്യം അത് ട്രീറ്റ്മെൻ്റ് അല്ല നടത്തുന്നത്, അതിനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് അവരുടെ ഒരു വെപ്രാളവും ആവേശവും അതൊക്കെ കഴിയുമ്പോൾ ആ രോഗിയുടെ കൂടെ വരുന്ന ആൾക്കാരെയും കൂടെ ഇട്ട് ആ ഒരു അലപ്പിക്കലാണ്. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിവിടെ കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മാവിയൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ 4 ദിവസം ഇവിടെ കിടന്നു. അറ്റാക്കാണ്. ആദ്യത്തെ ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഹോസ്പിറ്റൽ അത് ആൾക്ക് ഒട്ടും വയ്യാതെയായി. കൊണ്ടുവന്നപ്പോൾ ഒരു ബെഡിൽ 2 പേഷ്യൻ്റ് അങ്ങനെയാണ് കൊണ്ട് കിടത്തിയിരുന്നത്. അത് 3 ദിവസം കിടത്തിയിട്ടാണ് ICUവിൽ കയറ്റിയത്. ICUവിൽ കയറ്റി ആൾക്ക് പകുതി ജീവൻ പോയി. പക്ഷേ അത് അന്ന് തന്നെ അവരെന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ടേനെ. അങ്ങനെ ആ 4 ദിവസവും അവരുടെ മക്കളെ കൊണ്ട് അലപ്പിച്ച് പുറത്തിരുന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം പോയി, ആളും പോയി. അതാണ് ഇവിടെ നടക്കുന്നത്. ശകുന്തള. ഇപ്പം ഇവിടെ ഈ OP എടുക്കുന്നതേ ഇപ്പം വേറെ ആശുപത്രി ഞാൻ കുളത്തൂപ്പുഴയാണ്. അപ്പോൾ കുളത്തൂപ്പുഴത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് റിഫർ ചെയ്ത് വേണം ഇങ്ങോട്ട് വരാനുള്ളത് എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പം നേരത്തെ ഇവിടെ വരുമ്പോൾ ഇവിടെ OP കിട്ടും, അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അറിയാത്തത് കൊണ്ട് ഞാൻ പുനലൂരിലെ ചികിത്സയായിരുന്നു. പക്ഷേ അപ്പോൾ റിഫർ ചെയ്യാതെ വന്നതുകൊണ്ട് എല്ലാ രേഖയും എൻ്റെ കയ്യിലുണ്ട്. റിഫർ ചെയ്യാതെ വന്നതുകൊണ്ട് എനിക്കിന്നും ഇവിടെ OP കിട്ടിയില്ല, നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നൊരവസ്ഥയില്ല. തേയ്മാനമാണ്. പുനലൂരിലെ ചികിത്സയിലുമായിരുന്നു ഞങ്ങളുടെ കുളത്തൂപ്പുഴത്തെ ചികിത്സയിൽ. അങ്ങനെ മരുന്ന് കിട്ടാതെ തിരിച്ചു പോകാനിരിക്കുക. ബുദ്ധിമുട്ടുകൾ പറഞ്ഞില്ലായിരുന്നോ അവിടെ? പറഞ്ഞു. അന്നേരം റിഫർ ചെയ്ത് വിട്ട പിന്നെ OPക്ക് മാത്രമേ ഇവിടെ OP കിട്ടുകയുള്ളൂ. നമ്മുടെ സ്ഥലത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് റിഫർ ചെയ്ത് വിടുന്ന ഇവർക്ക് മാത്രമേ ഇവിടെ OP തരുള്ളൂ. അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ ലോക്കൽ OP ഇവിടെ നിന്ന് കിട്ടത്തില്ല, എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെ തിരിച്ചു പോകാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റി കാണിച്ചൂടെ? കാഷ്വാലിറ്റി ചെന്നിട്ടും അങ്ങനെയാണ് പറഞ്ഞത്, റിഫർ ചെയ്തേ പറ്റുള്ളൂ. അവിടെ നിന്ന് വരുന്നത് ഞാൻ കാഷ്വാലിറ്റിയിലൊക്കെ പോയി. അങ്ങനെ വരുന്ന രോഗികൾ മാത്രമേ അവിടെയും പരിഗണിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ കൂടെ വന്ന മാമി ഹാർട്ടിന് തകരാറായിരുന്നു. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ECG എടുത്തത് കാണിച്ചത് കൊണ്ട് എൻ്റെ മാമിക്ക് കാഷ്വാലിറ്റിയിൽ അവർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇനി ഒരു ECG കൂടി കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര സമയം ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ മുട്ടിന്, ഏണിന്, കൈക്ക് ഇതെല്ലാം ഉള്ള എക്സ്റേ എൻ്റെ കൈ ഇരിപ്പുണ്ട്. പുനലൂരിലെ ചികിത്സയിലാണ്. അപ്പോൾ അവിടെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഡോക്ടറിന് മെഡിക്കലിലോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ റിഫർ ചെയ്ത് തന്നില്ല എന്നുള്ളത് ഒരു തെറ്റാണ് എൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ അങ്ങനെയുള്ളവർക്ക് റിഫർ ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഇവിടെ OP കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാതിരിക്കുന്നു. കുളത്തൂപ്പുഴ എന്നാണ് വന്നത് രാവിലെ. ഞങ്ങൾ അവിടെ നിന്ന് 3 മണിയായപ്പം വണ്ടി വിളിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ 5:30 അത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ഒരു ഡോക്ടറെയും കാണാതെ പോകാനുള്ള ഒരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇൻസുലിൻ്റെ സിറിഞ്ച് മെയിനായിട്ട് പുറത്തുനിന്ന് മേടിക്കണം. പിന്നെ കയ്യിൽ കുത്തു നോക്കുന്ന സ്ലിപ്പ്. ഇപ്പം എനിക്കാണെങ്കിൽ കിഡ്നിയുടെ പ്രശ്നവും വേറെ ഒത്തിരി അസുഖങ്ങൾ, ക്യാൻസറും ഒക്കെ ഉള്ള ആളാണ്.
പക്ഷേ നിലവിൽ ഇപ്പോൾ കിഡ്നിയുടെ ഇതായിട്ട് ന്യൂറോയുടെ ഇതായിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർമാർ സ്റ്റാഫുകളും ഒക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് തരുന്നത്. പിന്നെ നമുക്കില്ലാത്ത മെഡിസിൻ, ആരോഗ്യ ഇൻഷുറൻസിൽ കിട്ടാത്ത വില കൂടിയ മെഡിസിനൊക്കെ നമ്മൾ ഇപ്പോഴും പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ട്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 6-7 പ്രാവശ്യം നെപ്രോയുടെ കൺസൾട്ടിങ്ങിൽ ഷുഗർ നോക്കണം, അതുപോലെ സ്ലിപ്പ്. അത് എൻ്റെ ഹസ്ബൻഡും ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതും വാടക വീട്ടിലാണ്. അപ്പം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. ദിവസം ഡെയിലി നമുക്ക് ഒരു 170-180 രൂപയോളം നമുക്ക് അതിന് തന്നെ വേണം. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പാല്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നേരം 1/2 ലിറ്റർ പാല് കിട്ടുന്നത് അത് വലിയൊരു ഗുണമാണ്. കാരണം നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്കത് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു പ്രയാസം. എൻ്റെ കൂടെയുള്ള എല്ലാ പേഷ്യൻറ്റും, ഞാൻ കിടക്കുന്നത് നെഫ്രോയിൽ തന്നെയാണ്. അപ്പോൾ ഫുഡിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങിയതാണ്. എനിക്ക് ഇറങ്ങാനുള്ള ഒരു അനുവാദം ഇല്ല, പക്ഷേ എങ്കിലും ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നത്. സർക്കാരിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല. കാരണം ഹോസ്പിറ്റലിൻ്റെ അകത്തല്ലേ നമ്മൾ കിടക്കുന്നത്. നമ്മളോട് ഒന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ മാത്രമല്ലേ അതുപോലെ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം കിടക്കുന്ന ഒരു കുട്ടി ഒരു 2.5 മാസം കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അതിനൊരു പനിയായിട്ട് വന്ന് ഇപ്പോൾ കോമ സ്റ്റേജിലേക്ക് കിടക്കുന്നതാണ്. അവർക്കും ഇന്നിപ്പോൾ ഫുഡ് വാങ്ങാൻ പോലും കാശില്ല. കാരണം 2.5 മാസമൊക്കെ കിടക്കുമ്പോഴത്തേനും അവർക്ക് അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് അവർക്കില്ല. അതുപോലെ 2-3 കേസുകൾ അവിടെ അങ്ങനെ കിടപ്പുണ്ട്. അവർക്കും ഇതുപോലെ നീഡിലും സ്ലിപ്പും ഒക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സ്റ്റേജാണ്. ഇതൊക്കെ ഇതിൽ കവർ ചെയ്താണ്. അതുപോലെ വില കൂടിയ മരുന്നുകളൊന്നും അതിൽ നമുക്കില്ല. ഇത്ര രൂപ എന്നുള്ള ഒരു കണക്കുണ്ട്. ഒരാഴ്ച ആകുമ്പോൾ നമ്മൾ പിന്നെ അത് രജിസ്റ്റർ ചെയ്ത് പുതുക്കണം. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത മരുന്നുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. അത് നമുക്ക് വലിയൊരു ബാധ്യത തന്നെയാണ്. അല്ല, ഉപകരണക്കുറവെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നിലവിൽ സർജറി ഒന്നും ഇല്ലല്ലോ. സർജറി ഉള്ളവർക്ക് ഇപ്പോൾ എല്ലാമൊക്കെ നിലവിലുണ്ട്. ഇപ്പോൾ ഇല്ലെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ആരും പറയുന്നില്ല. പിന്നെ എല്ലാവരും നല്ല ഡോക്ടേഴ്സായാലും സിസ്റ്റർമാരായാലും എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റം, കറക്റ്റായിട്ട് വന്ന് നോക്കും, എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തൊരു വീഴ്ചയെന്ന് പറയാൻ നമുക്കില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഇപ്പം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മളുണ്ടെന്ന്. നമുക്കുള്ള പോരായ്മ ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് കിട്ടാത്ത മെഡിസിൻ, ഈ വില കൂടിയ മെഡിസിനൊക്കെ കുറച്ച് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക്, എൻ്റെ കാർഡും BPL ആണ്, പക്ഷേ എന്നാലും നമുക്കതൊന്നും കിട്ടുന്നില്ലല്ലോ. BPL കാർക്കെല്ലാം ഫ്രീ ആണെന്നാണ് പറയുന്നത്, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല നമുക്ക്.